ചാപ്റ്റർ 12 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് നബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് 12th ജൂലൈ 1982 ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് റൂറൽ പ്രോസ്പെരിറ്റിനെ സെക്യൂർ ചെയ്തുകൊണ്ട് റൂറൽ ഏരിയാസിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസുകളും ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറിനൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നബാർഡാണ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് റൂറൽ ഫെസിലിറ്റീസ് ഉള്ളവരിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഏജൻസീസുകൾ ഓപ്പറേഷൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് സ്റ്റഡി ചെയ്ത് എക്സ്പേർട്ട് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തത് ഡിബൻഡേഴ്സ്, അതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ ഓഫ് ബോണ്ട് ഒക്കെ റിസർവ് ബാങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഏജൻറ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അറേഞ്ചുകളൊക്കെ കൊടുക്കുന്നു. റിസർച്ച് ആൻഡ് സർവേ കണ്ടക്ട് ചെയ്യുന്നു. ഫണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനീഷ്യൽ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ 100 crore ആയിരിക്കും. അവിടെ റിസർവ് ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഷെയർസായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് 50 rupees ആയിരിക്കും. അടുത്തത് 3 ഫണ്ടായിട്ടാണ് നബാർഡ് കൊടുക്കുന്നത്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടാണ് ഒന്നാമത്തെ. അതിൽ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരിക്കും ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ടൈം ടു ടൈം ഈ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. അടുത്ത രണ്ടാമത്തേയാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതും നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ സ്റ്റെബിലൈസേഷൻ ഫണ്ടിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബോർഡിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട്. റിസർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഗ്രാൻറ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷനായിട്ടും അതുപോലെ തന്നെ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റും ആയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്ത് ഫണ്ടുകൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. മാനേജ്മെൻ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടർ 15 മെമ്പർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെയർമാൻ, പിന്നെ റൂറൽ എക്കണോമിക്സ്, റൂറൽ ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള 2 റെപ്രസെൻറ്റേറ്റീവ്സ്, കോപ്പറേറ്റീവ് ബാങ്കിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 1 റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ 3 നോമിനി റിസർവ് ബാങ്കിൽ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ ഔട്ടായിട്ട് 3 നോമിനി, 2 ഒഫീഷ്യൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ, അതുപോലെ തന്നെ ഒരു മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ തന്നെ ചെയർമാനിനെ ബാങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയായിരിക്കും. അത് റിസർവ് ബാങ്കിൻ്റെ കൺസൾട്ടേഷനിലായിരിക്കും. മാനേജിംഗ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടേം, അതായത് ഈ ഒരു ഓഫീസിൽ ഇവരുടെ ഡ്യൂറേഷൻ പറഞ്ഞിട്ട് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറിൽ 5 year ആണ്. അതർ ഡയറക്ടേഴ്സ് ആണെങ്കിൽ 3 years ആയിരിക്കും. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ വന്നിട്ട് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ മോറൽ ഡെലിഗൻസിന് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾ ഇല്ലാതിരിക്കുമ്പോൾ, അതുപോലെ തന്നെ MLA അല്ലെങ്കിൽ MP സിറ്റിംഗ് അല്ലാത്തവരുടെ. പിന്നെ അഡ്വൈസറി കമ്മിറ്റി എന്ന് കൺസിസ്റ്റ് ചെയ്യുന്നത് ഈ അഗ്രികൾച്ചർ, ഫിനാൻസ്, കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ റൂറൽ ഏരിയയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആയിരിക്കും അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട് സൈഡിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരിനെ ആയിരിക്കും മെമ്പറായിട്ട് അവിടെ കൺസിഡർ ചെയ്യുക. റോൾ ഇൻ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. അതിൽ RBI അവിടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻറ്റിഗ്രേറ്റഡ് ക്രെഡിറ്റ് സ്കീമുകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് RBI. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതും വാട്ടർ, ബെറ്റർ സീഡ്സ് ആൻഡ് മെഷീൻ പവേഴ്സൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയിൽ വേണ്ട റെസ്പോൺസിബിലിറ്റീസൊക്കെ എൻഹാൻസ് ചെയ്ത് അവർക്കുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസുകളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നബാർഡ് RBI മെഷേഴ്സ് കണ്ടിന്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെഷേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെയാണ് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ്. പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. 3 തരത്തിൽ ഷോർട്ട് ടേം അഗ്രികൾച്ചർ ഫിനാൻസ് ഉണ്ട്. ഒന്നാമത്തെ അത് അഗ്രികൾച്ചർ ഓപ്പറേഷനെ അണ്ടർടേക്ക് ചെയ്തുകൊണ്ടായിരിക്കും, ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ അലൈഡ് ആക്ടിവിറ്റീസിൽ ജോയിൻ ചെയ്തിട്ടായിരിക്കും അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ലോണ്. മിഡിൽ ടേം അഗ്രികൾച്ചർ ഫിനാൻസ് എന്നുണ്ടെങ്കിൽ 3 to 5 years ആയിരിക്കും അവരുടെ ഡ്യൂറേഷൻ. അതായത് അഗ്രികൾച്ചർ മെഷീനറി പർച്ചേസ് ചെയ്യാനും വെൽസ് ആൻഡ് ട്യൂബ് ഒക്കെ റിപ്പയർ ചെയ്യാനും സിങ്കിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും മീഡിയം ടേം ലോണുകൾ കൊടുക്കുന്നുണ്ടാവുക. ലോങ് ടേം ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസ് പ്രൊവൈഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ്. സ്റ്റേറ്റ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഡിബൻഡേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ഔട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ്. അതുപോലെ തന്നെ ബാങ്ക് റേറ്റിന് 3% താഴെയായിട്ടായിരിക്കും ഈ ഒരു കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ നോൺ അഗ്രികൾച്ചർ ഫിനാൻസ് എന്ന് വന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിന് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയൊക്കെ വർക്കൗട്ട് ചെയ്യാനായിരിക്കും നോൺ അഗ്രികൾച്ചർ ഫിനാൻസ് അവിടെ ഷോർട്ട് ടേം ഫിനാൻസ് ആയിട്ട് നബാർഡ്
പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ സ്കീമാണ് ബിൽഡിംഗ് അപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അതിൽ നബാർഡ് ടേക്ക് ചെയ്യുന്നത് റൂറൽ ഏരിയസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് റിക്വയർമെൻറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് കൂടുതൽ ഇനീഷ്യേറ്റീവ്സുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ.